നമസ്കാരം ഗൈസ്, ഞാൻ പ്രതീഷ് മഞ്ചേരി. ഇപ്പോൾ നമ്മളുള്ളത് തമിഴ്നാട്ടിലെ കാങ്കയം എന്നുള്ള സ്ഥലത്താണ്. അതായത് തമിഴ്നാട്ടിൽ നിന്നും പൊള്ളാച്ചി വഴി പല്ലടം ആ റൂട്ടിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ സ്ഥലം വരുന്നത്. കൃഷിക്കും അതുപോലെ തന്നെ പച്ചക്കറിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കാങ്കയം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ചെറുള്ളിയുടെ ഒരു തോട്ടമാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോസാണ്. എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. ഗൈസ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ഉള്ളിയുടെ കൃഷി സ്ഥലമാണ്. നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത്. അപ്പോൾ കൃഷി ചെയ്തിട്ട് ഏകദേശം 70 ദിവസമാവും ഇത് പറിക്കണമെന്നുണ്ടെങ്കിൽ. காய்ச்சோடு மொட்டை முட்டை வரும். இன்னும் 20 நாள் ஆகும். ஆமாம், இன்னும் 20 நாள் வரும். பாரு, நம்ம அண்ணன் பக்கத்தில் இருக்கு, விவசாயம் தான் பண்ணிட்டு தான் இருக்கு. சின்ன வெங்காயம் தானே? ஆமாம், நாட்டுக்கு. இப்போ எவ்வளோ ஆச்சு இது பண்ணிட்டு? இதுதான் இப்போ 47 நாள் ஆச்சு. 47 நாள் ஆச்சு. 44 ஆச்சு. இவ்வளோ தான் இருக்கு இப்போவே. இன்னும் 70 நாள் தேவைப்படும் இல்லை? கரெக்டாக 70 நாள் 70 நாள் 65 നാளைക്ക് മേലെ தான் കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പം നമ്മൊന്ന് കാണണം ഗൈസ്, ഈ ഒരു സാധനം കൃഷി ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ നമ്മൾ സിമ്പിളായിട്ട് വാങ്ങി ചെറുള്ളിക്ക് ആ വില ഈ വില എന്ന് കച്ചറ ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ 70 നാളാവുന്നു. അതായത് മച്ചന്മാരെ 70 ദിവസം കഴിഞ്ഞിട്ട് ഇത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ കൊണ്ട് ഈ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 60 ദിവസം ഇവർ പ്രത്യേകം സജ്ജമാക്കി എടുത്ത് ഇത് ഉണക്കാൻ വേണ്ടി വെക്കണം. ഉണങ്ങി തോലുണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാർക്കറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം 100-130 ദിവസത്തെ മേലെയാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വീഡിയോ ഒക്കെ നമ്മൾ കാണണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും മച്ചന്മാരെ. ഒരുപാട് പേര് ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാലല്ലേ നമുക്കിനി പുതിയ വീഡിയോ ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ഓൾ.